ആശമാരുടെ നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിനമാണ്. സമരക്കാർക്കൊപ്പം സുനിഷ അയലൂരുണ്ട്. സുനിഷ അയലൂർ, നിയമസഭയിൽ സബ്മിഷനും പ്രതിഷേധവും ഒക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. സഭയ്ക്കുള്ളിൽ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടത് INTUC അടക്കമുള്ള പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ വിട്ടുനിൽക്കൽ, അവരുടെ പ്രതികരണമൊക്കെ സംബന്ധിച്ചാണ്. ഇതേക്കുറിച്ച് ആശമാർക്ക് പറയാനുള്ളത് എന്താണ്? സെൻസസ് നടത്തിയിരുന്നെങ്കിൽ അത് സുജ, നമുക്ക് ആശമാരോട് തന്നെ ഈ സമരക്കാരോട് തന്നെ ഈ വിഷയം ചോദിക്കേണ്ടതുണ്ട് എന്നതാണ്. നിലവിൽ ചേച്ചി ഇന്ന് സഭയിൽ ഈ വിഷയം സബ്മിഷനായി ഉന്നയിച്ചിരുന്നു. അപ്പൊ അവര് പറയുന്നത് സമരക്കാർക്ക് അനാവശ്യ സാധ്യമാണ് എന്നൊരു കാര്യമാണ് മന്ത്രി MB രാജേഷ് പറയുന്നത്. അറിയില്ല, അത് സംബന്ധിച്ച് സമരക്കാർക്ക് സാധ്യമില്ല. സമരക്കാര് 232 രൂപയ്ക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സംഘടിച്ചുകൊണ്ട് സമരം ചെയ്യാൻ വന്നിരിക്കുന്നു. കൂലി വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു പരിഹാരവും ഇതിനകത്തില്ല. അതാണ് ഞങ്ങളുടെ സാധ്യം. വർദ്ധിപ്പിക്കുന്നത് ഞങ്ങളിവിടെ സമരത്തിന് വന്നിരിക്കുമ്പോഴാണ് PSC അംഗങ്ങൾക്കും ഡൽഹിയിലിരിക്കുന്ന ലൈസൻസ് ചെയ്യാനായിട്ട് തോമസ് സാറിനും വൻതോതിൽ പണം വാരിക്കൊടുത്തത്. അത് ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞൊരു സന്ദേശത്തിന് തുല്യമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അതില്ലാതെ വരില്ല. ഇതാണ് ഞങ്ങളുടെ സാധ്യം, മറ്റൊരു സാധ്യവുമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് INTUC പോലുള്ള സംഘടനകൾ, INTUC പോലുള്ള സംഘടനകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വരുന്നില്ല? അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു സംഘടന മറ്റൊരു സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വേണം നമുക്ക് പറയാൻ പറ്റില്ല. അത് അവർ തീരുമാനിക്കേണ്ട, അവരുടെ തൊഴിലാളികളോട് മറുപടി പറയേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകളും ഇവിടെ സംഘടിച്ചുകൊണ്ട് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നു. സുജയ, ഇത് തന്നെയാണ് ഷാഠ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഷാഠ്യമാണ് എന്നത് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്നത്. ചേച്ചി, ഇപ്പോ മന്ത്രി MB രാജേഷ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. എന്ത് ചെയ്തു? നമുക്കറിയത്തില്ല എന്തെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യം. അദ്ദേഹം പറയട്ടെ ചെയ്ത കാര്യം എന്താണെന്ന്. അപ്പൊ നമ്മൾ പറയാം നമ്മൾ എന്താണ് ചെയ്യാത്തത് നമ്മൾ ആവശ്യപ്പെടുന്നെങ്കിൽ. അത് പറയാതെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നമ്മള് ഓണററി 21,000 രൂപയാക്കണം, വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനകത്ത് എന്തെങ്കിലും ചെയ്തോ? വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനകത്ത് എന്തെങ്കിലും ചെയ്തോ? അതല്ലേ ചെയ്യേണ്ടത്. ആ ഡിമാൻഡുകളല്ലേ നമ്മൾ ഉയർത്തിയിരിക്കുന്നത്. അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യട്ടെ. അല്ലാതെ MB രാജേഷിനെ പോലുള്ള മന്ത്രിമാരൊക്കെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അദ്ദേഹം ഒരു യുവജന നേതാവൊക്കെ അല്ലേ, ഇപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ ഇത് യുവാക്കൾക്കൊക്കെ ഒരു എന്ത് സന്ദേശം നൽകും? അവരൊക്കെ വളരെ ഡിസപ്പോയിന്റഡ് ആയി പോകും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നു. പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി മന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യം, കാലാനുസൃതമായി മാറ്റം വരുത്താമെന്ന്. വളരെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം വായിക്കാനും കണ്ടുപിടിക്കാനും പഠിക്കാനും ഒക്കെ. എന്നാലും നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡിന്മേൽ ചർച്ച ചെയ്യൂല. ഇതെന്തൊരു വാശിയാണ്, എന്തൊരു വാശിയാണിത്. അപ്പൊ പിടിവാശി ഉപേക്ഷിക്കേണ്ടത് ഞങ്ങളല്ല, സർക്കാരാണ് പിടിവാശി ഉപേക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പിടിവാശിയില്ല. ഇവർ 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും NHM ഡയറക്ടർ സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. രാപ്പകൽ സമരം 40ാം ദിവസവും നിരാഹാര സമരം 2ാം ദിവസവുമാണ് നിൽക്കുന്നത്.